അമ്മ ഇങ്ങോട്ട് നടന്നു കയറിയപ്പോഴും വീണായിരുന്നു. എനിക്ക് വയ്യാതിട്ടുണ്ട്, കാലിനും വയ്യാതെ രക്തം തലച്ചോറിന് കട്ടിക്കിടക്കി. അതിന് ഗുളി കഴിക്കണമെങ്കിൽ ഈ പിന്നെ കാശ് കൊണ്ട് ഞാൻ മേടിക്കുന്നത്. ഈ വയ്യാങ്കിൽ എന്തിനാ ഈ ജോലിക്ക് പോകുന്നത്? ഗുളി വായിക്കണ്ടേ, മരുന്ന് വായിക്കണ്ടേ? ഇല്ല, മക്കളുമില്ല, ആരുമില്ല, തടിയ. അതുകൊണ്ടാണ് ഞാൻ ഈ പണിക്കൊക്കെ പോകുന്നത്. തൊഴിലുറപ്പ് കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്? അതെ അതെ, ഇത് തൊഴിലുറപ്പിന് കാശ് കൊണ്ടുവന്ന് ഗുളിയും വായിക്കും, മരുന്ന് വായിക്കും, വിധം കഴിയുന്നതിരിക്കുക. അതില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ തൊഴിലുറപ്പിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഈ തൊഴിൽ ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. തൊഴിലുറപ്പ് ഇല്ലാതാക്കരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ജീവിതം ഞങ്ങളുടെ അതുകൊണ്ടുള്ള ജീവിതം നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇല്ലാതെ എന്ത് ജീവിക്കാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ തൊഴിലുറപ്പിൽ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലാതാക്കരുത്. അപ്പോൾ ഇപ്പം തന്നെ കൂലി ചെയ്തതൊന്നും നമുക്ക് കയറിയിട്ടില്ല. പിന്നെ ഇത് നിർത്തലാക്കാനാണോന്നൊന്നും നമുക്കറിയത്തില്ല. നിങ്ങളൊക്കെ പറ. ഞങ്ങൾക്ക് പണി 100 പണിയും വേണം. ആൾക്കാരും കൊണ്ട് തരാനില്ല. 125 തരാന്ന് പറയുമ്പോൾ 100 വേണം. അല്ല, 125 കിട്ടത്തില്ലപ്പാ. ആര് പറഞ്ഞു? പിന്നെ 150 പണി വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് 125 ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണി മുഴുവൻ അതെങ്കിലും മുഴുവൻ കിട്ടി. പിന്നെ അതുപോലെ തന്നെ വേതനവും കൂട്ടി ഞങ്ങൾക്ക് കിട്ടണം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ 70% കൂടുതലും പ്രായമുള്ള ആളുകളാണ്. അത് നേരത്തെ നമ്മൾ തൊഴിലുറപ്പ് തുടങ്ങുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, 100 വയസ്സായാലും തൊഴിൽ ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തൊഴിൽ ചെയ്യാവുന്നുണ്ടെങ്കിൽ തൊഴിൽ ചെയ്യാമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അത് ഇനിയും അതുപോലെ തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. തൊഴിലുറപ്പ് നിർത്താനാണോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയമാണ്. ഈ പേര് ഒരു തരത്തിലും മാറ്റാൻ പറ്റുകയില്ല. മഹാനായ ഒരു മനുഷ്യൻ്റെ പേരാണ്, അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പേര് മാറ്റാൻ പൊക്കത്തില്ല. ഒരുപാട് ആശങ്കകളുണ്ട്, ബന്ധപ്പെട്ടവർ അത് പരിഹരിക്കണം. ഒടിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.